ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. അതായത് മലയാള വർഷം പുതുവർഷ പിറവിയിൽ 1199 കഴിഞ്ഞ് 1200 വർഷത്തിലേക്ക് കടക്കുമ്പോൾ ചിങ്ങമാസം തൊട്ട് ചിങ്ങപ്പുലരിയിൽ ചിങ്ങമാസം 1-ാം തീയതി തൊട്ട് കർക്കിടക മാസം 32 വരെ ഉള്ള ഫലങ്ങളിൽ ഏറ്റവും തീവ്രത ഏറിയതും ഗുണഫലങ്ങൾ നൽകുന്നതുമായിട്ടുള്ള കുറച്ച് നക്ഷത്രങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അവർക്ക് ഈ നക്ഷത്രക്കാർക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുക. ഉദ്ദിഷ്ട കാര്യങ്ങൾ എന്ന് വെച്ച് പറഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ പലതും ഉണ്ടാവും. എല്ലാവർക്കും തൊഴിലാണ് പ്രശ്നം. ഉദ്ദിഷ്ട തൊഴിൽ കിട്ടുക. അതുപോലെ വിവാഹം, ഇതുവരെ വിവാഹം നടക്കാതിരുന്നവർക്കല്ല വിവാഹം നടക്കുക. പിന്നെ കുറേ പേർക്ക് വിദേശത്ത് പോയി ജോലി എടുക്കുക. അതുപോലെ തന്നെ ചിലവർക്ക് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന വിദേശത്തായിരിക്കും, എന്നിരുന്നാലും ആ വിദേശത്തിൽ നിന്നും വേറൊരു വിദേശത്തേക്ക്, ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് UK-ലേക്കോ ഓസ്ട്രേലിയക്കോ ന്യൂസിലാൻഡിലേക്കോ സ്വിറ്റ്സർലാൻഡിലേക്കോ അങ്ങനെയൊക്കെ പോകാനുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അവിടെ പോയി ജോലി കിട്ടുമോ, അവിടെ പോയാൽ രക്ഷപ്പെടുമോ എന്നുള്ള ചിന്തകളെല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള പഠന ആവശ്യങ്ങൾക്കും വിദേശത്ത് പോയി സ്കോളർഷിപ്പോട് കൂടിയിട്ടുള്ള വിദേശത്ത് പോയി പഠനത്തിന് സൗകര്യം കിട്ടുമോ, അതുപോലെ തന്നെ പുതിയ എക്സാമുകളിൽ പങ്കെടുത്തതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാവുമോ, PSC പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അതിൽ നമ്മൾക്ക് ഗവൺമെൻറ് ജോലികൾ കിട്ടുമോ, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയിൽ ലിസ്റ്റിൽ PSC ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് കിട്ടുമോ. അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ ഇതിൽ പലതുമാകാം. ഒരു ഉദാഹരണത്തിന് ഒരു ഭവനം, ഒരു വീട് വയ്ക്കുക, ആഗ്രഹം സ്ഥലത്തേക്ക് ഇല്ലാത്തവർക്കാണെങ്കിൽ പുതിയ വീട് വയ്ക്കുക, ഉള്ളവർക്കാണെങ്കിൽ അതൊന്ന് മോടി പിടിപ്പിക്കുക. അല്ലാത്ത പക്ഷം പഴയ വീടുകളെ ഇടിച്ച് നിരപ്പാക്കി പുതിയ ആഡംബരപരമായിട്ടുള്ള ആധുനിക സൗകര്യമുള്ള ഭവനം കയറ്റുക. അതുപോലെ ആധുനികപരമായിട്ടുള്ള വാഹനങ്ങൾ വാങ്ങിക്കുക. അതുപോലെ ഭൂമി വാങ്ങിക്കുക, എസ്റ്റേറ്റുകൾ വാങ്ങിക്കുക, തോട്ടങ്ങൾ വാങ്ങിക്കുക, കൃഷി വാങ്ങിക്കുക. അങ്ങനെയുള്ള ഇതും തൊഴിൽ മേഖലയിൽ പഠിച്ച് കഴിഞ്ഞ് ഡിഗ്രിയും PG എല്ലാം എടുത്ത് കൊണ്ടിരിക്കുന്നവർക്കും സിവിൽ പരീക്ഷ എഴുതിയിരിക്കുന്നവർക്കും എല്ലാം അതാത് സ്ഥാനമാനങ്ങൾ പദവി കിട്ടുമോ എന്നുള്ളതും, രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് വരുന്നവർക്ക് ഇനി അങ്ങോട്ടുള്ള പാതയിൽ നമ്മൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ പദവി യോഗങ്ങൾ കിട്ടുമോ, യോഗങ്ങളുണ്ടാവുമോ, ഭാഗ്യങ്ങളുണ്ടാവുമോ എന്നുള്ളതും, സ്ഥാനമാന പദവികൾ ആഗ്രഹിക്കുന്ന ലെവലിൽ കിട്ടുമോ എന്നുള്ളതും, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ അവരവർ ഉദ്ദേശിച്ച് കുറേ വർഷങ്ങളായി കഷ്ടപ്പെട്ട് ഇതിൻ്റെ പുറകെ നടന്ന് ഒരുപാട് ആഗ്രഹിച്ച് സഫലമായി എപ്പോൾ തീരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സിനിമാ മേഖലയിൽ, ചെറിയ മേഖല തൊട്ട് വലിയ മേഖലയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാർക്കും പ്രതിഭകൾക്കും അവസരം കിട്ടുമോ എന്നുള്ളതും, അതുപോലെ തന്നെ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഊർജത അല്ലെങ്കിൽ സ്ഥാനമാന പദവികൾ, നാഷണൽഷിപ്പ് അല്ലെങ്കിൽ നാഷണാലിറ്റിയിൽ പെടുമോ, അങ്ങനെയുള്ള കലാകായികന്മാരുള്ളതിൽ പെടുന്നവർക്കും, ചാമ്പ്യൻഷിപ്പ് എന്നുള്ള ലെവലിൽ പെടുന്നവർക്കും, അതുപോലെ തന്നെ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും, മെക്കാനിക്കൽ സംബന്ധമായിട്ടും ഹൈടെക് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉദ്യോഗ കയറ്റങ്ങൾ ഉണ്ടാവുമോ, ബിടെക് കഴിഞ്ഞ് ഹൈടെക് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവർക്ക് അവരവർ ഉദ്ദേശിച്ച ലെവലിൽ ജോലി കിട്ടുമോ എന്നുള്ളതും, അതുപോലെ വാഹന സംബന്ധമായിട്ടുള്ള തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും, ഹൈടെക് മെഷീനറി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും, അതുപോലെ തന്നെ ഇരുമ്പ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ, മെഷീനറീസ് എന്ന് പറയുമ്പോൾ പൊതുവെ ഇരുമ്പ് സംബന്ധമായിട്ടുള്ള മേഖലകളാണ്. മോട്ടോർ വാഹനങ്ങളും അതുപോലെ തന്നെ
വൻകിട ഫാക്ടറികളും എല്ലാം മോട്ടോർ പ്രവർത്തനത്തിൽ, ജനറേറ്റർ പ്രവർത്തനത്തിലൂടെയും എല്ലാം പ്രവർത്തിച്ചു വരുന്ന ഒരു ഹൈടെക് സംഭവമാണ് അതിലുള്ളത്. ഉദാഹരണത്തിന് ഇപ്പോൾ മിലിറ്ററി ക്യാമ്പ് തന്നെ നമ്മുടെ മുണ്ടക്കൈ എന്ന സ്ഥലത്ത് ഉരുൾപൊട്ടിയ സ്ഥലത്ത് പെട്ടെന്ന് 2 ദിവസം കൊണ്ടൊരു പാലം നിർമ്മിച്ചു. അവിടുത്തെ എഞ്ചിനീയർമാർ, അതായത് ബിടെക് ഹൈടെക് പഠിച്ച എഞ്ചിനീയർമാരായിട്ടുള്ള മിലിറ്ററി ഉദ്യോഗസ്ഥന്മാർ അവരുടെ കഴിവിനനുസരിച്ചും അവരുടെ ബുദ്ധി ഉപയോഗിച്ചും പാലം നിർമ്മിച്ചു. അത് ഗതാഗത യോഗ്യമാക്കി. ഇനി ഒരു പുതിയ പാലം വരുന്നവർക്ക് വേറൊരു പാലം വേണ്ട എന്നുള്ള ലെവലിൽ ചങ്കുറപ്പിച്ച് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതായിട്ട് നമ്മൾക്ക് ന്യൂസിൽ കാണാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു പ്രവണതയെല്ലാം അതൊക്കെ ഒരു വിജയ പരീക്ഷണങ്ങളാണ്. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വിജയിക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നത്. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ചെറിയ ആശാ വർക്കർ മുതൽ ഹൈടെക് സംബന്ധമായിട്ടുള്ള ഹൈ ഓപ്പറേഷനുകൾ, വൻകിട റിസ്ക് പിടിച്ച ഓപ്പറേഷനുകൾ ചെയ്യുന്ന ഡോക്ടേഴ്സുമാർ വരയ്ക്കുള്ളവർക്കും അവരുടെ നിശ്ചിത അളവിലുള്ള അല്ലെങ്കിൽ നിഗമനങ്ങളിലുള്ള സക്സസ് ആയിട്ടുള്ള രോഗചികിത്സാ നിർണയം അല്ലെങ്കിൽ ചികിത്സ, റിസ്ക് പിടിച്ച ഓപ്പറേഷനുകളെല്ലാം സക്സസ് ആയി മാറ്റുക എന്നുള്ള ഇതൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓരോരോ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. ഒരു ഭവനം ഉണ്ടായി, ഒരു വാഹനം വാങ്ങിച്ചു, ഒരു വിവാഹം കഴിച്ചു, സന്താനങ്ങളുണ്ടായി, കുടുംബജീവിതം പുരോഗതിയായി. ഇതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന്മേൽ പിന്നീടുള്ളതെന്ന് വെച്ചാൽ അവരവരുടെ മക്കൾക്ക് എന്ത് സമ്പാദിപ്പിക്കാൻ പറ്റും, അല്ല അവരെങ്ങനെ നിലനിർത്താൻ പറ്റും എന്നുള്ള ചിന്തകളോടുകൂടി പ്രവർത്തിക്കുന്നവരുണ്ടാവും. പക്ഷേ എല്ലാ ഒരു വിധത്തിലും ആലോചിച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രവർത്തന മേഖലകളിലും അവരവർ അർഹിക്കുന്ന പ്രവർത്തനത്തിന് അവരവർ അർഹിക്കുന്ന ഫണ്ട് അല്ലെങ്കിൽ വരുമാന മാർഗം എന്നാണ് പറയുന്നത്. അതായത് അവരവർ അർഹിക്കുന്ന ജോലികൾ ചെയ്ത് ഒരു ബിസിനസ്സുകാരൻ ഒരു ബിസിനസ്സിനെ ഇറക്കിയിരിക്കുന്ന ഒരു തുക 1 കോടി രൂപയിൽ മുടക്കിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ഒരു നിശ്ചിത വരുമാനം ഇത്രയാണ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം എന്ന് വരുമാനം എന്ന് കണക്ക് കൂട്ടി ജീവിക്കുന്ന ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നുള്ള വരുമാനം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ തൃപ്തരായി നമ്മളുടെ മേലുദ്യോഗസ്ഥന്മാർ നമ്മളെ കീർത്തിപ്പെടുത്തുകയും അതിനെ അനുമോദിക്കുകയും ഉത്സാഹപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറച്ച് ഊർജം കിട്ടും എന്നുള്ള പറയുന്നത്. ആ ഊർജം കിട്ടുന്നതോടുകൂടി നമ്മൾക്ക് പ്രസരിപ്പ് കൂടും, പിന്നെയും അതിലേക്ക് ഇൻട്രസ്റ്റ് കൂടി വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടും എന്നുള്ളത് കൂടിയുണ്ട്. അതും പ്രചോദനമാണ്. പിന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നത് ഓരോരോ ബിസിനസ് ചെയ്യുമ്പോഴും അവരവർ ചെയ്യുന്ന ബിസിനസ്സുകളിൽ മേൽക്കോയ്മകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ള ബുദ്ധിപൂർവമായിട്ടുള്ള ബിസിനസ് എന്താണ് എന്നുള്ളത് ചിന്തിക്കും. ഇപ്പോൾ കൺസ്ട്രക്ഷൻ വർക്ക് തന്നെ എടുക്കുക. കൺസ്ട്രക്ഷൻ വർക്കുകളിൽ എടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ പല വിധത്തിലുള്ള കൺസ്ട്രക്ഷൻ ഉണ്ട്. അതായത് ബിൽഡിങ്ങുകൾ മാത്രമല്ല, അതുപോലെ തന്നെ പല ടെക്നോളജികളും ഉപയോഗിച്ചിട്ടും റോഡ് നിർമ്മാണം ഉപയോഗിച്ചിട്ടും അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവരുടെ അവരുടെ ഡിസൈൻ ഉപയോഗിച്ചും അവരുടെ വർക്ക് മെയിൻ്റനൻസ് ഉപയോഗിച്ചിട്ടും അതിൻ്റെ മേലധികാരികൾ എഞ്ചിനീയർമാർ ഇടപെട്ടും വർക്ക് ചെയ്യുന്ന ഓരോരോ പ്രവർത്തനങ്ങളും ഭാവിയിൽ പിൽക്കാലത്തിൽ അത് അവരുടെ സാന്നിധ്യം എടുത്തു പറയുന്ന ഇതായിരിക്കണം. കാരണം ഇപ്പോഴും പണ്ടത്തെ ആളുകൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ വയസ്സായവർ പറയുന്നുണ്ട്, പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഏതെങ്കിലും പാലം ഇപ്പോൾ അടുത്ത കാലത്തെങ്കിലും പൊളിഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട്. ഉരുക്ക് പാലം എന്നൊക്കെയാണ് അതിന് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള എഞ്ചിനീയർമാർ അന്നൊക്കെ പണിത് വരുന്ന പാലങ്ങൾ ഇപ്പോഴും സ്ട്രോങ് ആയി കിടക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഭൂമിയുടെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കേരളത്തിന് പുറത്തു വരിക്കും ഒരു പ്രത്യേക പാത്തിയാണ്. പാത്തി പറഞ്ഞ ഒരു ഭൂഘടനയാണുള്ളത്. ആ ഭൂഘടന കേരളത്തിൽ മാത്രമേ ഉള്ളൂ, പുറത്ത് കിടന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൊക്കെ ജീവിച്ചു പോകാൻ അനുസരിച്ചും പോകാനുള്ള ഒരു പ്രവണത കൂടിയുള്ള ഒരു മനസ്സിന് കട്ടിയുള്ള ഒരാൾക്കാരാണ് കേരളത്തിലുള്ളവർ എന്ന് തന്നെ പ്രത്യേകിച്ച് പറയാം. കേരളത്തിലുള്ളവർ മാത്രമല്ല, കേരളത്തിൽ പുറത്തു പോയി ജീവിക്കുന്നവരും എന്ന് തന്നെ പറയാം. മലയോര മേഖലകളിൽ തങ്ങുക, ആൾവാസ താമസം ഇല്ലാത്തവിടെ പോയി എസ്റ്റേറ്റുകൾ വാങ്ങി പാർപ്പിക്കുക, അവിടെ അവർ ബിസിനസ് നടത്തുക അല്ലെങ്കിൽ
ജീവിതം ആരംഭിക്കുക എന്നത് ഇന്നതല്ല, വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങി വെച്ചതാണ്. പക്ഷെ ആ മേഖലകളിലെല്ലാം ഇപ്പോൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കാൻ തുടങ്ങി. ആദ്യം ഒന്നോ രണ്ടോ പേര് വന്നവർ ഇന്നിപ്പോൾ തിങ്ങിപ്പാർക്കാൻ തുടങ്ങി. അങ്ങനെ തിങ്ങിപ്പാർക്കുന്ന ലെവലുകളിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. മലയോര പ്രദേശങ്ങൾ ആൾതാമസമില്ലാതിരിക്കുന്നത്, മൃഗശല്യങ്ങളുള്ളതും എല്ലാം കൂടി ഉള്ളതായിരിക്കും. അവിടെ എല്ലാ ആളുകൾ താമസിക്കുന്നത് യാദൃശ്ചികമായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ള സംഭവം ശരിയാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് പറഞ്ഞാൽ എന്തിനങ്ങനെ കാട് കയറി പോകുമെന്ന് ചോദിക്കും. ഇപ്പോൾ 1200 വർഷത്തിൽ ഒരു വർഷഫലമാണ് ഇവിടെ പറയുന്നത്. ഒരു വർഷഫലം വെച്ച് പറഞ്ഞാൽ അതിൽ കുറച്ച് ഗുണാനുഭവങ്ങൾ കിട്ടുന്ന നക്ഷത്രങ്ങൾക്ക് എല്ലാം ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന വസ്തുത വെച്ചിട്ട് ഇവർക്കെല്ലാം പറഞ്ഞിരിക്കുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും ഗുണാനുഭവങ്ങളുണ്ടാവും. വാഹനയോഗം ഉണ്ടാവും, വിവാഹങ്ങളുണ്ടാവും, മംഗളകാര്യങ്ങളുണ്ടാവും, ബന്ധുക്കളുടെ സമാഹങ്ങളുണ്ടാവും, സന്താന സദ്ഭാഗ്യങ്ങളുണ്ടാവും, മേൽക്കൈമയുണ്ടാവും, ബിസിനസ് ലാഭങ്ങളുണ്ടാവും, ഭാഗ്യകടാക്ഷത്തെ ധനവന്തം ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട്. മംഗളകർമ്മങ്ങൾ നടത്തി മംഗളകർമ്മങ്ങൾ, സന്താന യോഗം, സന്താന സൗഖ്യം എന്നിവയെല്ലാം ഉണ്ടാകാനുള്ള നക്ഷത്രങ്ങളുടെ പട്ടികയിൽ ആദ്യം പറയുകയാണെങ്കിൽ തുലാരാശിയിൽ പെട്ടിട്ടുള്ള നക്ഷത്രം തൊട്ട് തന്നെ പറയാം. ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട. ചിത്തിര എന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട 5 നക്ഷത്രം. ഈ 5 നക്ഷത്രക്കാർക്കും പുതിയൊരു ഉണർവ് തരുന്ന ഒരു വർഷമായിട്ട് തന്നെയാണ് 1200 വർഷത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഇവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന വകയിലെല്ലാം നേട്ടങ്ങൾ വരുന്നതാണ് പറഞ്ഞത്. ഞാൻ ഓരോന്ന് എണ്ണി പറഞ്ഞ് വെച്ചിരിക്കുന്നത് എന്താ വെച്ച് പറഞ്ഞാൽ ഇവർക്കെല്ലാം ഈ പറഞ്ഞുന്ന മേഖലകളിൽ പ്രവർത്തിക്കാനും പ്രവൃത്തി വിജയം കൈവരിക്കാനും കഴിയും എന്നാണ് പറയുന്നത്. സ്വർണ്ണാഭരണ മേഖലയിലായിക്കോട്ടെ, സ്വർണ്ണാഭരണത്തോട് അനുബന്ധിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളായിക്കോട്ടെ, മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളായിക്കോട്ടെ, അലോപ്പതി ആയുർവേദ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളായിക്കോട്ടെ, 2 വീലർ തൊട്ടിട്ട് വിമാനം വരയ്ക്കും ഉള്ള വാഹനങ്ങളായിക്കോട്ടെ, അത്രേ പറയാൻ പറ്റും. കാരണം 2 വീലർ തൊട്ട് ഒരുപാട് വാഹനങ്ങൾ പറയാം. കപ്പൽ യാത്ര തൊട്ട് അങ്ങനെയുള്ള അതെല്ലാം മെഷീനറി സാധനങ്ങളാണ്. ആ മെഷീനറി സാധനങ്ങളെല്ലാം ഉൽപ്പാദിക്കുന്ന എഞ്ചിനീയർ സംബന്ധമായിട്ടുള്ള വർക്കേഴ്സ് പണിവെട്ടും ഉള്ളവരാണ്. IT മേഖല തൊട്ട് ഹൈടെക് മേഖല വരെയുള്ള എഞ്ചിനീയർമാർ പ്രവർത്തിച്ച് വിജയിപ്പിച്ചെടുക്കുന്ന ഒരു സംഭവമാണ് ഈ 2 വീലർ തൊട്ടിട്ട് ഹൈടെക് സംബന്ധമായിട്ടുള്ള വിമാനം വരയ്ക്കും, ട്രെയിൻ സംബന്ധമായിട്ടും ഷിപ്പ് യാർഡ്, കപ്പൽ നിർമ്മാണം എല്ലാം ഇതിൽ പറ്റിയിട്ടുള്ളതാണ്. അതിൽ പലവിധ മേഖലകളുണ്ടാവും. ഇപ്പോൾ ഒരു കപ്പലിനെടുത്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ആ കപ്പലിൻ്റെ മെഷീനറീസ്, കപ്പലിൻ്റെ കപ്പാസിറ്റി എല്ലാം മെക്കാനിക്കലായിരിക്കും എഞ്ചിനീയർമാർ നോക്കണം. പക്ഷേ അതിൻ്റെ റൂമിൻ്റെ കാര്യത്തിന് അവിടുത്തെ വികസനത്തിൻ്റെ കാര്യം കൺസ്ട്രക്ഷൻ വർക്കുകാരായിരിക്കും ഏറ്റെടുക്കുക. പിന്നെ അതുപോലെ തന്നെ അവിടെ ഹോട്ടലിൽ രൂപീകരിക്കാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ്, അങ്ങനെ പല വിധത്തിലുള്ള ഒരിതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലുള്ള ഒരു 5 നക്ഷത്രങ്ങളെ ഞാൻ പറഞ്ഞു. ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട. ഈ 5 നക്ഷത്രക്കാർക്ക് വളരെ ഗുണാനുഭവങ്ങൾ വരുന്ന ഒരു സമയമായിട്ടാണ് ഈ 1200 വർഷത്തിൽ ചിങ്ങമാസം 1-ാം തീയതി തൊട്ടിട്ട് 32-ാം തീയതി വരയ്ക്കുള്ള, കർക്കിടക മാസം 32-ാം തീയതി വരയ്ക്കുള്ള ഒരു വർഷഫലം എന്ന് പറയുന്നത്. ആ വർഷഫലത്തിൽ ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നു ചേരുവാനുള്ള സാധ്യത ഉണ്ട്. അതുകൂടാതെ തന്നെ ഭാഗ്യവശാൽ ധനം വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഒട്ടുമിക്ക നാളുകൾക്കുണ്ട്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ നാളുകൾക്കും ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ ഇതിനടുത്ത ഒരു ഘട്ടം എന്ന് പറയുകയാണെങ്കിൽ, ഇതിൻ്റെ അടുത്ത നക്ഷത്രം എന്ന് പറയുകയാണെങ്കിൽ, ഇതിൽ നിന്ന് മോചനം നേടി, അതായത് കഷ്ടപ്പാടിൽ നിന്നും മോചനം നേടി വരുന്ന ഒരു 3 നക്ഷത്രമുണ്ട്. കഷ്ടപ്പാടിൽ നിന്നും മോചനം നേടി വരുന്ന 3 നക്ഷത്രമുണ്ട്. അതും ഈ 1200 വർഷത്തിൽ തൊട്ട് തുടങ്ങുന്നതാണ്. 1200 വർഷം എന്ന് പറയുമ്പോൾ 1200 ചിങ്ങമാസം തൊട്ട് അവർക്ക് ഒരു മാറ്റങ്ങളുടെ കാലങ്ങൾ വരും. ആ സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ മാറ്റങ്ങളുണ്ടാകും, പിന്നെ 2 മാസം ചിലപ്പോൾ ഇത്തിരി വീക്കായിരിക്കും, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് മാറ്റങ്ങളുടെ ഒരു കാലങ്ങളായിരിക്കും. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു കുഴിയിൽ പെട്ടിട്ട് അവിടെ നിന്ന് കയറി വന്ന് നമ്മുടെ യഥാസ്ഥാനത്തേക്ക് തിരിച്ചു പോകുന്ന ഒരു അനുഭവം ഉണ്ടാകും. ആ നക്ഷത്രമാണ് അവിട്ടം, ചതയം, പൂരോരട്ടാതി. ഈ നക്ഷത്രങ്ങൾ അവരും ഈ 1200 വർഷത്തിൽ ചിങ്ങമാസം തൊട്ട് തന്നെ അവർക്ക് മേൽക്കോയ്മ ഒന്ന് എണീക്കാൻ പറ്റും. എണിച്ചു കഴിഞ്ഞാൽ കുറച്ച് ക്ഷീണം തോന്നും, കുറച്ച് ഇരിക്കാൻ തോന്നും. ആ ക്ഷീണമൊന്നും മാറിക്കഴിഞ്ഞാൽ വീണ്ടും എണീച്ച് നടക്കാൻ തോന്നും. അങ്ങനെ ഒരു വർഷമാണ് ഇനി വരാൻ പോകുന്നത് എന്ന് തന്നെ പറയാം. പിന്നെയുള്ള നക്ഷത്രം എന്ന് പറയുന്നത് ചിങ്ങൻ രാശിക്കാർക്കുള്ളതാണ്. അതായത് മകം, പൂരം, ഉത്രം. മകം, പൂരം, ഉത്രം എന്ന
ഒരു 3 നക്ഷത്രങ്ങൾ. അപ്പോൾ 3, 3, 6, 5, 11 നക്ഷത്രക്കാർക്ക് ഈ 1200-ാമത്തെ വർഷത്തിൽ ഗുണമേന്മകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന വാഹന മേഖല, കൺസ്ട്രക്ഷൻ മേഖല, ഭാഗ്യകടാക്ഷങ്ങൾ കൊണ്ടുള്ള മേഖല, അലോപ്പതി മേഖല, മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖല, ഇതിലെല്ലാം ഇവർ തീവ്രത തെളിയിച്ച് അനുയോജ്യപരമായിട്ടുള്ള നീക്കങ്ങൾ പൊതുവച്ചിട്ട് സിനിമാ മേഖലയിലാണെങ്കിലും രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും അവനവൻ ചെയ്യുന്ന ബിസിനസ്സിലാണെങ്കിലും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിൽ, ഇതുകൂടാതെ എത്രയോ മേഖലകളുണ്ട്. സ്വന്തം ബിസിനസ് ചെയ്യുന്ന അവർ, അതുപോലെ മൊബൈൽ ഫോണുകൾ വിൽക്കുന്ന ബിസിനസ്സുകൾ, മൊബൈൽ വർക്കുകൾ ചെയ്യുന്ന കേന്ദ്രങ്ങൾ, ഗുഡോണുകൾ, അതുപോലെ തന്നെ മൊബൈൽ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, അതുപോലെ TV എന്നീ വർക്കുന്ന ഇലക്ട്രിക്സും ചേർന്ന് വരുന്ന സംവിധാനത്തിൽപ്പെട്ടിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയർമാർക്കും ബിസിനസ്സുകാർക്കും ഇതെല്ലാം ഇതിൽ പെടുന്നവരാണ്. ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങളിൽ പെടും. ഇവർക്കെല്ലാം മേൽക്കോയ്മകൾ ഉണ്ടാവും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഭാഗ്യവശാൽ ധനം വരാൻ പോകുന്ന നക്ഷത്രങ്ങളിൽ പെട്ടിട്ടുള്ളവയാണ് ഇവരെല്ലാം. ഭാഗ്യവശാൽ ധനം എന്ന് പറയും, കേരളത്തെ പുറത്ത് പറയുകയാണെങ്കിൽ ലോട്ടറി കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമാണ് പെട്ടെന്ന് ചോദിക്കുന്നത്. ലോട്ടറി കിട്ടുമോ എന്ന് ചോദിക്കുക മാത്രമല്ല, ലോട്ടറി അടിക്കുമോ എന്ന് നോക്കാൻ വേണ്ടി ദൂരദേശത്തുനിന്നടക്കം എന്നെ സമീപിച്ചിട്ടുണ്ട്. ദൂരദേശത്ത് വന്നിട്ട് ലോട്ടറി ഈ ഓണം ബെമ്പർ അടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പൂജ ബെമ്പർ അടിക്കാൻ പറ്റുമോ, എന്നാലും എൻ്റെ പ്രശ്നം തീരുള്ളൂ. എങ്ങനെ അത് അന്വേഷിച്ച് വരും. അതുകൊണ്ട് ഫോണിലൂടെ കൺസൾട്ടേഷൻ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ നേരിട്ട് കണ്ട് അവരുടെ വിലയിരുത്തലുകൾ മനസ്സിലാക്കുന്നു പറയുന്നു. ഇവിടെ ഒരു കാര്യമുണ്ട്, ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം വേണമെങ്കിൽ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അവരുടെ ജാതകത്തിൽ ഏത് ദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഏത് അപഹാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അത് ഏത് സ്ഥാനത്തിൽ നിൽക്കുന്ന ദശയാണ്, അതിൽ ഏത് അപഹാരമാണ്, ആ അപഹാരനാഥൻ ഏത് ഭാഗത്ത് നിൽക്കുന്നു, രാശിനാഥൻ്റെ ഭാഗത്ത് നിൽക്കുന്നു അപഹാരനാഥൻ, ലഗ്നാധിപൻ്റെ ഏത് ഭാഗത്ത് നിൽക്കുന്നു ദശാനാഥൻ. അങ്ങനെ ഒരുപാട് ചിന്തിക്കാനുണ്ട്. അതൊക്കെ ചിന്തിച്ചെടുത്തു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ജാതകം പരിശോധിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ തുലാരാശി ചിത്തിര നക്ഷത്രക്കാർക്ക് യൗവന പ്രായമെത്തിയ ഒരു വ്യക്തിക്ക്, യൗവന പ്രായം എന്ന് ഏകദേശം 21 വയസ്സ് 25 വയസ്സ് വയ്ക്കുന്ന വ്യക്തിക്ക് വ്യാഴദശാകാലമായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യാഴദശ ഇഷ്ടസ്ഥാനത്തിലും ബലവാനുമായിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞത് മുഴുവൻ സംഭവിക്കും. അത് ഉറപ്പാണ്. അയാൾക്ക് ഏകദേശം 37 വയസ്സായിരിക്കുമുള്ള കാലം വളരെ സുഭിഷ്ടമാണ്. വ്യാഴദശ ഗുണമാണെങ്കിൽ, ദോഷമാണെങ്കിൽ പിന്നെ ആ ഭാഗത്ത് നോക്കണ്ട. അതേ സമയത്ത് 37 വയസ്സ് കഴിഞ്ഞ് പറഞ്ഞ ശനി ദശാകാലം അതും ഉഗ്രനാണെങ്കിൽ വെച്ചാൽ സ്വക്ഷേത്രം, ബന്ധുക്ഷേത്രം, ഉച്ചം എന്നീ ഭാഗങ്ങളിൽ നിൽക്കുക മാത്രം പോരാ, മറഞ്ഞു നിൽക്കാതെ തെളിഞ്ഞു നിൽക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള നക്ഷത്രക്കാർക്കാണെങ്കിൽ ഉചിതമായിരിക്കും. ഇപ്പോൾ ചോതി നക്ഷത്രത്തെ പുറത്തു വരിക്കും പറയുകയാണെങ്കിൽ ഏകദേശം കൗമാരപ്രായം എന്ന് പറയുന്നത് അത് രാഹുവിൻ്റെ ദശയിലാണ് ജനിക്കുന്നത്. രാഹു കഴിഞ്ഞ് ശനിദശ, വ്യാഴദശ കഴിഞ്ഞ് ശനിദശാകാലം വളരെ ഗുണകരമായിരിക്കും. അത് പൊതുവെ കണ്ടുവരുന്നതാണ്. ആ ശനിദശാകാലങ്ങൾ ഏകദേശം അവരുടെ ജീവിതത്തിൽ ഏകദേശം 27 വയസ്സോ അല്ലെങ്കിൽ 25 വയസ്സോ തൊട്ട് സ്റ്റാർട്ടിങ് ആകാനുള്ള സാധ്യത. ചിലവർക്ക് 23 വയസ്സിൽ തന്നെ സ്റ്റാർട്ടിങ് ആകും. 19 കൊല്ലമാണ് ശനിദശ. അപ്പോൾ അവർക്ക് അത് വളരെ ഗുണകരമായിരിക്കും. അവർക്ക് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഉണ്ടാവുന്നത് യാതൊരുവിധ സംശയമില്ല. ഈ ചോദ്യ നക്ഷത്രക്കാർക്ക് ശനിദശ 19 കൊല്ലത്തിനുള്ളവർ നേടേണ്ടെല്ലാം നേടിയിരിക്കും. ഭാഗ്യവശാല ധനം കിട്ടും. അത് ചിലപ്പോൾ കോടികളാകാനും മതി, ലക്ഷക്കണക്കിനാകാനും മതി. ഭാഗ്യവശാൽ ധനം വന്ന് ചെയ്യാൻ, ബിസിനസ്സുകളാൽ ധനം വന്ന് ചെയ്യാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അടുത്തത് വിശാഖ നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രം ജനിക്കുന്നവർ വ്യാഴദശയിൽ ജനിച്ചിരിക്കുന്ന, അടുത്തത് ശനിയാണ്. ശനി കഴിഞ്ഞാൽ പിന്നെ ബുധനാണ്. അപ്പോൾ ശനിയും ബുധൻ്റെയും അപകാരങ്ങൾ അവരുടെ യൗവന പ്രായത്തിൽ വരുന്നുണ്ടെന്ന് പറയുന്നത്. ഈ ശനിയും ബുധനും ഈ വിശാഖ നക്ഷത്രത്തെ പുറത്ത് വരാൻ ശനിയും ഗുണം ചെയ്യുന്ന ഒരു ഇതാണ്. ശനിയും ഗുണം ചെയ്യും. അതായത് വ്യാഴദശ ഏകദേശം പകുതി കണക്കാക്കുകയാണെങ്കിൽ ഒരു 7 വർഷം കണക്കാക്കുകയാണെങ്കിലും 19 വർഷം 26 വയസ്സായിരിക്കും ശനിദശാകാലമായിരിക്കും. അത് കഴിഞ്ഞ ബുധദശാകാലം 17 കൊല്ലമാണ്. ആ കാലം വളരെ സുഖകരമായിട്ടുള്ളത്. കണക്ക്, ചിട്ടകൾ, വഴക്കുകൾ, വർത്തമാന ശൈലി, ബുദ്ധി സാമർഥ്യം എല്ലാം കൊണ്ടും വളരെ സുഖിതമായിട്ടുള്ള സമയമാണ്. അനിഴ നക്ഷത്രക്കാർക്ക് എടുക്കുകയാണെങ്കിൽ ശനിദശയിലെ ജനനം, ശനിദശ 19 വർഷമാണ്.
ഈ 19 ഏകദേശം ഒരു പകുതി കണക്ക് 9 വർഷമാണ്, വേണ്ട ഒരു 7 കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്തത് ബുധനാണ്. 19 ബുധൻ 17 9 ശനി, 17 10 27 1 പോയി 26 ശനിയാണ്. അപ്പോൾ ശനി കഴിഞ്ഞാൽ അനിഴ നക്ഷത്രക്കാർക്ക് ശനി ബുധനാണ്. ബുധൻ 17 7 24 7 31 വയസ്സ് കഴിഞ്ഞാൽ, അതായത് 17 വർഷം ബുധനും 7 കൊല്ലം ശനിയും കൂട്ടിക്കഴിഞ്ഞാൽ 24, 7 കൊല്ലം കേതു. 31 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ശുക്രദശയാണ്. 51 വയസ്സ് വരെ, 50 വയസ്സ് 54 വയസ്സ് ഏകദേശം പറയാം. മറ്റേ ഗർഭശിഷ്ടത്തിന് അടിസ്ഥാനപരമായിട്ടാണ് ഇവിടെ പറയുന്നത്. അത് വളരെ ഗുണകരമായിട്ടുള്ളതാണ്. അത് ശുക്രൻ ഏത് ഭാഗത്തിൽ, ശുക്രൻ തന്നെയാണ്, യാതൊരു സംശയമില്ലാതെ ശുക്രൻ ഗുണം തന്നെ ചെയ്യുള്ളൂ. അത് ഏത് ഭാഗം തന്നെ. പക്ഷേ വ്യത്യസ്തമായിട്ട് 2ാം ഭാവാധിപനോ 9ാം ഭാവാധിപനോ ആയിട്ട് സ്വക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഉച്ചത്തിലോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ, ഇഷ്ടസ്ഥാനം നിൽക്കുകയാണെങ്കിൽ വളരെ ഗുണകരമായിട്ടുള്ള ഈ പറഞ്ഞ യോഗങ്ങൾ കംപ്ലീറ്റും വരുന്ന പറയുന്നത്. പക്ഷേ ആ ശുക്രദശ കഴിഞ്ഞ് വരുന്ന സൂര്യദശയും ചന്ദ്രദശയും ഇതിനെ പിടിച്ചെടുത്ത കൊണ്ടുപോകാനുള്ള ശക്തിയുള്ള ഒരു പവറുള്ള ആളാണ് അപ്പുറത്ത് നിൽക്കുന്നത്, സൂര്യൻ ചന്ദ്രനും. അത് ഈ അനിഴ നക്ഷത്രക്കാർക്ക് പൊതുവെ കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ്. ശുക്രദശയിൽ നേടിയതെല്ലാം സൂര്യൻ ചന്ദ്രനെ പങ്കുവെച്ച് കൊണ്ടുപോകുന്ന പറയുന്നത്. അപ്പം ഇല്ലാണ്ടാക്കുന്ന പറയുന്നത്. അത് സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് മുന്നേറാൻ പറ്റും. അത് കഴിഞ്ഞാൽ തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ബുധദശയിലാണ് ജനിക്കുന്നത്. ബുധൻ ഏകദേശം 17 കൊല്ലമാണ്. ഗർഭശിഷ്ടം കണക്കാക്കുകയാണെങ്കിൽ നമുക്കൊരു 7 കൊല്ലം കണക്കായാലും ഒരു 10 കൊല്ലം കണക്കാക്കുകയാണെങ്കിലും 17 വർഷം വരയ്ക്കും. ബുധൻ കഴിഞ്ഞ 7 കൊല്ലം കേതുവാണ്. 17 കൊല്ലം കണക്കാക്കിയാലും ബാക്കി 20 കൊല്ലം ശുക്രൻ. 34 വയസ്സ് വരെയും ശുക്രദശയാണ്. ഈ ശുക്രദശയും സൂര്യദശയും നന്നായിരിക്കും ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക്. അപ്പോൾ 34 or 40 വയസ്സ് വരെയുള്ള സുഭിക്ഷപരമായിട്ട് സമയമാണ്. അത് ഇഷ്ടസ്ഥാനത്തിൽ നിൽക്കുകയാണെങ്കിൽ വളരെ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 5 രാശികൾക്കും പറഞ്ഞിരിക്കുന്നത് വളരെ ഗുണകരമായിട്ടുണ്ട്. ഇനി അടുത്തത് വന്നിട്ട് പറയുന്നത് എന്താ വെച്ച് പറഞ്ഞാൽ അവിട്ട നക്ഷത്രമാണ്. അവിട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഏഴശനിയും ജന്മശനിയും കണ്ടകശനിയും എല്ലാം ഇവർക്കുണ്ട് എന്ന് തന്നെ പറയാം. ആ അവിട്ട നക്ഷത്രക്കാർ ജനിക്കുന്നത് ചൊവ്വാദശയിലാണ്. ചൊവ്വാദശ ഒരു 3 വർഷം എടുക്കുകയാണെങ്കിൽ 18 വർഷം രാഹു, 21 37 വയസ്സ് വരെക്കുള്ള കാലം വ്യാഴദശ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ 27 വയസ്സ് വരെക്കുള്ള ഇതിൽ വന്നിട്ട് ഏഴശനി കണ്ടകശനി അവരെ അധികം ബാധിക്കില്ല എന്നുള്ളത് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നത് ശനിദശയാണ്. ശനിദശ ഈ അവിട്ട നക്ഷത്രക്കാർക്ക് അത്രയ്ക്കങ്ങോട്ട് ശോഭിക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ 140% ആൾക്കാർക്ക് ശനിദശ ശോഭിച്ച ചരിത്രമുണ്ട്. അത് വളരെ ക്ലിയർ ആണെങ്കിൽ അവരുടെ കാര്യം ഗുണകരമാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ബുധൻ വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയുന്നു. അതേപോലെ ചതയ നക്ഷത്രം എടുത്തു കഴിഞ്ഞാൽ രാഹു ദശയിലാണ് ജനനം. 18 വർഷമാണ് രാഹുവിൻ്റെ ഗർഭശിഷ്ടം കണക്കാക്കുകയാണെങ്കിൽ 7 വർഷം ഗർഭശിഷ്ടം കണക്കാക്കുകയാണെങ്കിലും 16 കൊല്ലം വ്യാഴം, 16 7 23 വയസ്സ് കഴിഞ്ഞാൽ ശനിദശ വളരെ ഉഗ്രനായിരിക്കും. 33 42 വയസ്സ് വരെയും. അത് കഴിഞ്ഞാൽ ബുധദശയും ഉഗ്രനായിരിക്കും. അപ്പോൾ അവർക്കും നല്ല ഗുണപരമായിട്ടുള്ളൊരു കാലം തന്നെയായിരിക്കും എന്ന് പറയുന്നു. പിന്നെ പൂരോട്ട നക്ഷത്രം എടുത്തു കഴിഞ്ഞാൽ വ്യാഴദശ ജനനം. വ്യാഴദശ 16 കൊല്ലമാണ്. അതിലത്തെ ഒരു 7 വർഷം, അതിൽ ഒരു 7 വർഷം കണക്കാക്കിയ 17 വ്യാഴം കഴിഞ്ഞാൽ ശനിയാണ്. 19 7 26 കഴിഞ്ഞാൽ പിന്നെ ബുധനാണ്. ബുധൻ നല്ല ഗുണപരമായിട്ടുള്ള ബുധനാണ്. ഇഷ്ടസ്ഥാനം നിൽക്കുന്ന ബുധനാണെങ്കിൽ 11ാം ഭാവത്തിലോ 2-ലോ കേന്ദ്രസ്ഥാനമായ 4-ലോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ വളരെ ഗുണം ചെയ്യുന്ന വ്യാഴനായിരിക്കും. അതിൽ അപകടനാഥനായിരിക്കും. അത് സ്വക്ഷേത്രമോ ഉച്ചക്ഷേത്രമോ ആയിരുന്നാൽ അത് അങ്ങനെയും ഗുണഫലങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം അങ്ങനെയുള്ള സമയമാണെങ്കിൽ തീർച്ചയായിട്ടും ഫലം അച്ചട്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇതിൽ ഇനി പറഞ്ഞ് ഫലിപ്പിക്കാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ദശാകാലങ്ങൾ നല്ലതാണോ എന്ന് പരിശോധിക്കണം. നല്ലതാണോ എന്ന് പരിശോധിക്കണമെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും മാത്രം എന്നോട് എൻ്റെ ഫോൺ നമ്പറിൽ കൊടുക്കുന്നുണ്ട്. എന്നിൽ വിളിച്ചിട്ട് ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും ഞാൻ വാട്സപ്പിൽ അയക്കുന്നുണ്ട് എന്നൊരു മെസ്സേജ് അയച്ചിട്ട് അല്ലെങ്കിൽ ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം മതി. അതിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് ഞാൻ പറയുന്നതാണ്. പറഞ്ഞിട്ട് അത് നല്ല ഗുണത്തിലാണ് ഉള്ളതെങ്കിൽ അത് ഗുണം തന്നെയായിരിക്കും. പല ആൾക്കാർക്കും ഇപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം അതിൻ്റെ മുന്നത്തെ മാസം എല്ലാം കന്യരാശിക്കാർക്കും
അതുപോലെ തന്നെ മേടൻ രാശിക്കാർക്കെല്ലാം ഉപദേശം പറഞ്ഞിട്ടുണ്ട്. അവർ ഇതേമാതിരി ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിക്ക ആൾക്കാർക്കും നല്ല സമയം തന്നെയാണ്. ചില ദോഷമുള്ള അവർക്കെല്ലാം അമ്പലങ്ങളിലുള്ള പരിഹാരങ്ങളും അതുകൂടാതെ ചില വേറെയുള്ള പരിഹാരങ്ങളെല്ലാം പ്രവർത്തിച്ചു കൊടുക്കുകയും അവർ വിജയസാധ്യത കൈവരിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഈ കാലം അത്രയും ഗുണകരമായിട്ട് മാറുവാനുള്ള സാധ്യത ഈ 1200 പുതുവർഷത്തിൽ ചിങ്ങമാസ പുതുവർഷപ്പിറവിയിൽ അനുഭവിക്കാനുള്ള യോഗമുള്ള നക്ഷത്രങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് വന്നിട്ട് ചിങ്ങക്കൂറുകാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. ചിങ്ങക്കൂറുകാർക്ക് എന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്രം. മകം എന്ന് പറയുമ്പോൾ കേതു ദശയിലാണ് ജനനം. കേതു ദശയിൽ മകം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന കേതു ദശ 7 കൊല്ലമാണ്. 3 ദശ ഗർഭശ്രേഷ്ഠ കണക്കാക്കി 20 വർഷം ശുക്രദശ 23 വയസ്സ്. അപ്പോൾ നമ്മുടെ പഠിപ്പിൻ്റെ കാലമെല്ലാം കഴിഞ്ഞിട്ട് 6 കൊല്ലം പിന്നെ കെട്ടാൻ പോകുന്നത് സൂര്യദശയാണ്. അപ്പോൾ 23, 6, 29 വയസ്സ് വരെക്കുള്ള കാലം സുഭിക്ഷമാണ്. പിന്നെ ചന്ദ്രദശ ആണ് പിന്നെ അടുത്തത് വരുന്നത്. ഈ ചന്ദ്രദശ കുറച്ച് കുഴപ്പം പിടിച്ച ആളാണ്. അത് ഇഷ്ടസ്ഥാനമായ 5, 7, 9, 11 ഈ 4 ഭാഗത്ത് നിന്നാൽ മാത്രം ഗുണം ചെയ്യുള്ളൂ. ബാക്കിയുള്ള സ്ഥാനങ്ങളിൽ നിന്ന് അത്രയ്ക്ക് ഗുണം ചെയ്യില്ല എന്നുള്ള പറയുന്നത്. അപ്പോൾ ഈ മക നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ചന്ദ്രദശ ഈ സമയത്ത്, അതായത് 23, 6, 29 മകൻ നക്ഷത്രക്കാർക്ക് 29 വയസ്സ് വരെയ്ക്ക് സൂര്യദശ വളരെ അനുകൂലപരമായിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അത് കഴിഞ്ഞ് വരുന്ന ചന്ദ്രദശ പലർക്കും ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് വന്നിട്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 2-ൽ നിൽക്കുന്ന ചന്ദ്രൻ, 3-ൽ നിൽക്കുന്ന ചന്ദ്രൻ, 4-ൽ നിൽക്കുന്ന ചന്ദ്രൻ, 6-ൽ നിൽക്കുന്ന ചന്ദ്രൻ, അതുപോലെ തന്നെ 8-ൽ നിൽക്കുന്ന ചന്ദ്രൻ ഗുണദോഷ മിശ്രമാണ്. 9-ൽ നിൽക്കുന്ന 9-ലില്ല 12-ൽ നിൽക്കുന്ന ചന്ദ്രൻ. ഈ 6 രാശികളിൽ നിൽക്കുന്ന ചന്ദ്രൻ ഉപദ്രവത്തെ ഉണ്ടാക്കും, മനസമാധാനത്തെ കുറയ്ക്കും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. മനസമാധാനം ഉണ്ടാക്കും, അല്ല മനസമാധാനത്തിനെ കേടുവരുത്തും, മനസമാധാനം ഉണ്ടാവില്ല, സമ്പത്ത് മറ്റങ്ങനെയുള്ള സാധനങ്ങൾ, ഭവനങ്ങളെല്ലാം അങ്ങനെ വിട്ടു, അങ്ങനെയുള്ളൊരു ഇതാണ് അത് കണ്ട്. അതേസമയത്ത് 5, 7, 9, 10, 11 ഈ ഭാവങ്ങൾ, ഈ 5 രാശികൾ നിൽക്കുമ്പോൾ നല്ല ഗുണഫലങ്ങൾ നിൽക്കും. ഈ നിൽക്കുന്ന രാശി വന്നിട്ട് വൃശ്ചിക രാശിയായിട്ടുള്ള നീചരാശിയാണെങ്കിൽ അതും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതും ദോഷമായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടസ്ഥാനത്ത് ഇഷ്ടഭാവങ്ങളിൽ ചന്ദ്രൻ്റെ ശത്രുക്കളില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം സമന്മാരാണ്. അപ്പോൾ ചന്ദ്രൻ്റെ ശത്രുക്കളില്ല. അപ്പോൾ മിത്ര ക്ഷേത്രത്തിലും ഉച്ചക്ഷേത്രം ഇടവുമാണ്, നീചക്ഷേത്രം വൃശ്ചികമാണ്, സ്വക്ഷേത്രം കർക്കിടകമാണ്. അങ്ങനെയുള്ള രാശികളിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ അതിലും വന്നിട്ട് ചന്ദ്രൻ്റെ പ്രത്യേക ബലം എന്ന് പറയുന്നത് ശുക്ലപക്ഷ കൃഷ്ണപക്ഷ ചന്ദ്രൻ്റെ പഞ്ചമി തൊട്ടിട്ടാണ് ചന്ദ്രൻ്റെ ബലം വയ്ക്കുന്നത്. കൃഷ്ണപക്ഷ പഞ്ചമി തൊട്ടിട്ട് വെളുത്ത വർഷ പഞ്ചമി, ശുക്ലവർഷ പഞ്ചമി വരെ നല്ല ബലമാണ്. ആ ബലത്തിലാണ് ജനിക്കുന്നവരാണെങ്കിൽ ഈ ദശാകാലം അവർക്കും ഗുണം ചെയ്യും. ഞാൻ ചുരുക്കി പറയുന്നത് പറഞ്ഞാൽ ഈ ദശാകാലങ്ങളിൽ 1200 ആണ്ട് ചിങ്ങമാസം തൊട്ട് അടുത്ത കർക്കിടക മാസം വരെക്കുള്ളൊരു ഫലത്തിൽ പറയുകയാണെങ്കിൽ ഈ ചിങ്ങൻ രാശിയിൽ പഠിക്കുന്ന മകനക്ഷത്രക്കാർക്ക് ചന്ദ്രദശ ഒരു പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഉള്ള കാര്യമാണ്. ഏത് ഒരു മകനക്ഷത്രക്കാരെ എടുത്തു നോക്കിയാൽ ചന്ദ്രദശയിൽ പെട്ട് കഴിയുന്നവർ 70% ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം. കാരണം വെച്ചാൽ ഈ ശുക്രദശയിലും അവർ സൂര്യദശയിലും കളിച്ച കളിയെല്ലാം ഈ ചന്ദ്രൻ വന്ന് കൊണ്ടുപോകുന്നതെന്ന് പറയണം. അത് കഴിഞ്ഞാൽ അവർക്ക് വരുന്നത് ചൊവ്വാദശയാണ്. 29, 7, 36 വയസ്സ് വരെ ചൊവ്വാദശയിൽ നല്ല പ്രമോഷനും മറ്റുള്ള കാര്യങ്ങളും ആരോഗ്യപരമായിട്ടുള്ള തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ അവിടെ നിങ്ങളുടെ ഉയർച്ചയാണ് വരുന്നത്. 36 വയസ്സ് വരെ. 36 കഴിഞ്ഞ് പറഞ്ഞാൽ 36, 47, 54, 18 വർഷം രാഹുദശ. രാഹു ശോഭകാലം കഴിഞ്ഞ് വരുന്ന സമയമാണെങ്കിൽ അത് 44 വയസ്സ് വരെ വളരെ അനുകൂലപരമാണ്. പിന്നെ വ്യാഴദശ, വ്യാഴവും നന്നായിരിക്കുന്ന പറയും ഉത്തര നക്ഷത്രക്കാർക്ക്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അല്ല മകനക്ഷത്രക്കാർക്ക്, ഉത്തര നക്ഷത്രം മകനക്ഷത്രക്കാർക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ 1200 നമ്മുടെ ഈ വർഷം കടന്നു പോകുന്നതെങ്കിൽ, അപ്പോൾ ഞാൻ ചുരുക്കി പറയുന്നത് വെച്ചാൽ മകനക്ഷത്രക്കാർക്ക് സൂര്യദശയോ രാഹുദശയോ വ്യാഴദശയോ ഒക്കെ കടന്നു പോകുന്നതിന് നല്ല ഗുണകരമായിരിക്കും എന്നാണ് പറയുന്നത്. അത് ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഇതൊക്കെയാണെങ്കിൽ അങ്ങനെയുള്ള അനുഭവത്തിൽ വരുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് അടുത്ത രാശിയായിട്ടുള്ള പൂര നക്ഷത്രത്തിലേക്കും കണക്കാക്കാനുള്ളത്. അവർക്കും ഇതുപോലെ ഇതേമാതിരിയുള്ള ഗുണാനുഭവങ്ങൾ വരികയാണെങ്കിൽ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് വരേണ്ടതാണ്. കൂട്ടി യോജിപ്പിച്ച് പറഞ്ഞാൽ ദശാകാരം നന്നായിരിക്കണം, ദശാപകാരങ്ങൾ നന്നായിരിക്കണം, ചാരാവസാൽ മാത്രം നന്നായി പോയാൽ
എന്നുള്ള പറയുന്നത്. ഇപ്പോൾ ചാരവസാൽ മാത്രമല്ല, ശരിക്കും തലയിലെഴുത്ത് എന്ന് പറഞ്ഞ ജാതകം തന്നെ, ജാതകത്തിലുള്ള സമയമാണ് ശരിക്കുള്ളത്. പിന്നെ ചാരവസാൽ വരുന്ന കണ്ടകശനി, ഏഴരശനി, ജന്മശനി, കണ്ടകവ്യാഴൻ, അതുപോലെ തന്നെ അഷ്ടമവ്യാഴൻ, 12 വ്യാഴൻ, ജന്മവ്യാഴൻ, അങ്ങനെ പലതും ഉണ്ട്. അപ്പം അങ്ങനെയെല്ലാം വരുന്ന സമയത്ത് നമ്മൾക്ക് 1200-ാമത്തെ വർഷത്തിൽ ചിന്തിക്കുന്ന സമയത്ത് ഈ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ 5, 3, 8, 3, 11 നക്ഷത്രക്കാർക്ക് ചിന്തിക്കുന്ന ലെവലിൽ പറഞ്ഞിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും ഇവിടെ വിവരിച്ച് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് സംശയം തീർച്ചയായിട്ടും ഉണ്ടാവും. അത് കാരണം കൊണ്ട് തന്നെ വിളിച്ചു ചോദിക്കാൻ മടിക്കരുത്. തീർച്ചയായിട്ടും വിളിച്ചു ചോദിക്കുക, അറ്റൻഡ് ചെയ്യുന്നതാണ്, സംശയങ്ങൾക്ക് മറുപടി പറയുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും തന്നു കഴിഞ്ഞാൽ വിശദമായി ജാതകം നോക്കിയിട്ട് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ള ഇതാണെങ്കിൽ, അതായത് അവനവന് അവകാശപ്പെട്ടതാണെങ്കിൽ അവനവനെ തിരിച്ചു കിട്ടും, ഉറപ്പായിട്ടുള്ളതാണ്. അതേസമയത്ത് അവകാശപ്പെട്ടതല്ല, സമയദോഷകാലമാണെങ്കിൽ ഈ ചാരവസാലുള്ള അനുഭവം മാത്രമേ ഉണ്ടാവുള്ളൂ. അതും കൂടി ഇല്ലെങ്കിൽ അവരുടെ കാര്യം ഇത്തിരി ദുഷ്കരമായിരിക്കും എന്നാണ് പറയുന്നത്. ദുഷ്കരമായിരിക്കും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ ഈ രാശികൾക്കെല്ലാം ഗുണകരമായിട്ടുള്ള സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജാതകത്തിൽ കൂടി ഗുണകരമാണെങ്കിൽ അത് ഗംഭീരമായിരിക്കും. ജാതകത്തിൽ ദോഷകാലമാണെങ്കിൽ ആ ദോഷകാലത്തെ ചെറുത്ത് നിൽക്കാൻ ഈ ചാരവസാലുള്ള നല്ല ഫലങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് കുറച്ച് സമയം കിട്ടും. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ. അപ്പോൾ പൂരനക്ഷത്രക്കാർക്ക് ജനിക്കുന്നത് തന്നെ ശുക്രദശയിലാണ്. ശുക്രൻ ഏകദേശം 10 കൊല്ലം നിൽക്കുകയാണെങ്കിൽ 16 വയസ്സ് വരയ്ക്കും സൂര്യൻ 16, 23 കൗമാരപ്രായം തൊട്ട് വരുന്നത്. പിന്നെ രാഹുവാണ്. രാഹു 3, 6, 11 ഭാവങ്ങളിൽ നിന്നാൽ വളരെ ഗുണകരമാണ്. അതല്ലെങ്കിൽ 5, 9 ഭാവങ്ങളിൽ നിന്നാലും ഗുണകരമാണ്. അപ്പം അങ്ങനെയുള്ള ഭാവങ്ങളിൽ നിൽക്കുന്ന രാഹുദശ എന്തായാലും ഗുണം ചെയ്യും. അതിൻ്റെ അപഹാര കാര്യങ്ങളുണ്ടാവും, സ്വോപഹാരം മാത്രത്തിൽ ദോഷം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ് ഉള്ളത് എന്ന് പറയാം. അപ്പോൾ പൂരനക്ഷത്രക്കാർക്ക് 10, 6, 16, 7, 23, 10, 30, 41 വയസ്സ് വരെ രാഹുദശാകാലം നല്ലൊരു സമയത്ത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ വളരെമായിട്ട് വിജയിച്ച ചരിത്രമുള്ളവർ ഒരുപാട് ആളുകളുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന വ്യാഴവും പൂരനക്ഷത്രക്കാർക്ക് പ്രത്യേകം പറയാനുള്ള വ്യാഴം അനുകൂലപരമായിരിക്കുന്ന പറയുന്നത്. വ്യാഴം 16 കൊല്ലമാണ്. വ്യാഴം ധനത്തിൻ്റെ ആളാണ്, സൗഖ്യത്തിൻ്റെ ആളാണ്, ധനലാഭത്തിൻ്റെ ആളാണ്, ബിസിനസ്സിൻ്റെ ആളാണ്, സ്വർണത്തിൻ്റെ ആളാണ്, രത്നത്തിൻ്റെ ആളാണ്, കുടുംബത്തിൻ്റെ ആളാണ്, സന്താനത്തിൻ്റെ ആളാണ്, വാക്കിൻ്റെ ആളാണ്, കരുത്തിൻ്റെ ആളാണ്, ബിസിനസ്സിൻ്റെ ആളാണ്. അങ്ങനെ പല വിധത്തിലുള്ള നേട്ടങ്ങൾ പൂര നക്ഷത്രക്കാർക്കും വരുവാനുണ്ട്. ഇപ്പോൾ ഉത്തര നക്ഷത്രം ജനിക്കുകയാണെങ്കിൽ ഉത്തരം സൂര്യനാണ്. സൂര്യൻ 6 കൊല്ലമാണ്, 3 കൊല്ലം സൂര്യൻ, 10 കൊല്ലം ചന്ദ്രൻ, 13, 7, 20 വയസ്സ് വരെയും ചൊവ്വ. 20 വയസ്സിന് ശേഷം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രാഹുദശാകാലം വളരെ ഗുണകരമായിരിക്കും. അത് കഴിഞ്ഞാൽ വ്യാഴദശ ഗുണകരമായിരിക്കും. ഈ ഉത്തര നക്ഷത്രക്കാർ മാത്രം കണ്ടുവരുന്നത് രാഹുദശ എപ്പോഴും ഗുണകരമായിരിക്കുന്നുള്ളതാണ്. ഉത്തര നക്ഷത്രന്മാർക്ക് മിക്കവാറും 90% ആൾക്കാർക്കും രാഹുദശ ഗുണകരമായിട്ട് വന്ന ചരിത്രമുണ്ട്. അതുപോലെ തന്നെ വ്യാഴനും നന്നായി വരും. അങ്ങനെ ഉയർന്ന ഘട്ടത്തിൽ എത്തുന്നവരാണ് ഉത്തര നക്ഷത്രക്കാർക്ക്. 115% ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒന്ന് രാഹുദേശം നല്ലതാണെങ്കിൽ വ്യാഴദേശം പോക്കായിരിക്കും, വ്യാഴദേശം നല്ലതാണെങ്കിൽ ശനിദേശം പോക്കായിരിക്കും. അങ്ങനെ ഒരു കയറി ഇറക്കം വരുന്നത്. ചിലവർക്ക് വെച്ചടി കയറ്റെന്ന് പറയുന്ന ഒരു പോലെ അങ്ങനെ ഒരുമിച്ച് വരാറുണ്ട്. അങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ അനുഭവങ്ങളെല്ലാം ജീവിതത്തിൽ വന്നു ചേരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ 5, 3, 8, 3, 11 നക്ഷത്രക്കാർക്ക് ഈ വരാൻ പോകുന്ന വർഷപ്പിറപ്പിൽ 1200 വർഷപ്പിറപ്പിൽ നിങ്ങൾക്ക് ഗുണമേന്മകൾ ഉണ്ടാവും എന്നതിൽ യാതൊരു സംശയമില്ല. ഭാഗ്യകടാക്ഷങ്ങൾ കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്, ധനലാഭം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ ഗവൺമെൻറ് ജോലികൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്, ഭവന യോഗം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്, വാഹനങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്, ഭൂമി സാധ്യതയുണ്ട്, ഭൂമി വാങ്ങിച്ച് വീട് വെക്കാനുള്ള സാധ്യതയുണ്ട്, വിദേശ പഠനവും വിദേശ യോഗവും സാധ്യതയുണ്ട്. എല്ലാ ഐശ്വര്യ അഭിവൃദ്ധിയും വരാനുള്ള സാധ്യത ഈ 1200 പുതുവർഷത്തിൽ തന്നെ നിങ്ങൾ തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു.